ഹലോ ഗായ്സ്, നമ്മളിന്ന് നമ്മളിന്ന് പോകുന്നത് വാഫ്രയിലാണ് കേട്ടോ. വാഫ്രയിൽ ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. അവിടെ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ അനിലേട്ടൻ പറഞ്ഞ്. വണ്ടി പറഞ്ഞു പല വർഷങ്ങളായി 2:30 തൊട്ട് വെയിറ്റ് ആണ്. ഇപ്പൊ 4 മണി 4:30 ആയി. ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. എന്നിട്ട് റൂമിൽ പോയി കിടന്നുറങ്ങേണ്ടി വരും. ഇതാണ് ഞങ്ങളെ ആടിനെ നിർത്തിപ്പൊരിക്കാൻ എന്നൊക്കെയാണ് അനിലേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഗൈസ്, നമുക്ക് വാഫ്രയിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാം. കൂടെ നമ്മളെ കുറച്ച് ഫ്രണ്ട്സ്, ഇതാ ജസ്റ്റിൻ ബ്രോ, ഇതാരാണ് നവീൻ ബ്രോ, വേഗം ബ്രോ, ബാക്കിയുള്ളവർ വഴി വെച്ച് കാണാം. ഓക്കെ, ബൈ. ഇത് നമ്മുടെ കിച്ചു, നവീൻ ബ്രോ, ജസ്റ്റിൻ ബ്രോ, ഇത് ജഗൻ, പിന്നെ നമ്മുടെ അണ്ണൻ പ്രശാന്ത് ബ്രോ, പിന്നെ സജിത്ത് ഏട്ടൻ, പിന്നെ നമ്മുടെ രാജ്കമൽ ബ്രോ, പിന്നെ സെന്തിൽ ബ്രദർ, പിന്നെ നമ്മുടെ ജോവിൻ ബ്രോ. ഇവരൊക്കെ ആയിട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്ന വഴി ഏകദേശം നമ്മളിപ്പോൾ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് വാഫ്രയിലാണ്. വാഫ്രയിലെ കരി വാങ്ങിക്കാൻ വന്നേക്കാണ്. കരിയും വിറകും. ഇതിപ്പോൾ സമയം നമുക്കൊരു 8 മണി 10 മണിയൊക്കെ തോന്നും. പക്ഷേ ഇപ്പോൾ ഒരു 6 മണി ഇവിടെ ആയിട്ട് ഇത് നവിയാണ്. തണുപ്പത്ത് ഫുട്ബോൾ കളിക്കുന്നു. നമ്മുടെ അനിലേട്ടൻ കരിക്ക് ബാർഗെയിൻ ചെയ്യുന്ന സീനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഫുള്ള് ഓഫ് റോഡായിരുന്നു ഗൈസ്. ഫുള്ള് റോഡില്ല, ഫുള്ള് കുണ്ടും കുഴിയും അതുവഴിയാണ് നീ പോകുന്നത്. കറക്റ്റ് ഡെസേർട്ടിൻ്റെ നടുക്കോട്ട് പോകുന്നതെന്നാണ് പറഞ്ഞത്. നമ്മളങ്ങനെ അവസാനം നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ഫീലൊക്കെ കാണാം. ഇത് റിസോർട്ടല്ല ഗൈസ്, ഡെസേർട്ടായിരുന്നു. ഡെസേർട്ട്, അയ്യോ. നമുക്കിപ്പോൾ ഒരു 7:30 നമ്മൾ ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. ലൊക്കേഷനിൽ ഒരു മരുഭൂമിയുടെ നടുക്ക് ഒരു ചെറിയൊരു ഫാം ഹൗസ് പോലെ സെറ്റാക്കിയ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഇവിടുത്തെ കുക്കിങ്ങൊക്കെ എല്ലാം റെഡിയാക്കണം. എന്നിട്ട് എല്ലാം സെറ്റാക്കണം. ഒരു മരുഭൂമി, പിന്നെ നല്ലൊരു തണുത്തിട്ട് വയ്യ. നമുക്ക് നോർമലി ഉള്ള തണുപ്പിനെ കണ്ടിട്ട് തണുപ്പ് കൂടുതലായിരിക്കും. കാരണം അതൊരു മരുഭൂമിയാണ്, ചുറ്റിനും ഒന്നുമില്ല. എല്ലാം ഒന്ന് കൊന്നിട്ടിട്ട് പോയാൽ പോലെ അറിയത്തില്ല എന്താ തോന്നുന്നത്. റൂം ഹീറ്റാക്കാനായിട്ട് തീയൊക്കെ ഓൺ ചെയ്തു. ഇതൊക്കെ വരും കേട്ടോ. നമ്മൾ ആ ഹോസ്പിറ്റൽ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ഇതുപോലെ സംസാരിച്ചിരിക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ്. ഇതൊരു നല്ല വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ അടുത്തതായിട്ട് ചിക്കൻ ചുടാൻ വേണ്ടിയിട്ടുള്ള കരി കത്തിക്കാൻ തുടങ്ങി. കാറ്റ് കാരണം കത്തുന്നില്ല, അതുകൊണ്ട് ഇപ്പം പുതപ്പൊക്കെ യൂസ് ചെയ്തിട്ടാണ് കത്തിക്കുന്നത്. ഇനി നമ്മൾ അടുത്തായി കാണാൻ പോകുന്നത് ഫയർ ഡാൻസ്. സ്റ്റെപ്പ് മാറ്റിപ്പിടി. ഇനി സ്വല്പം മ്യൂസിക് കേൾക്കാം.
drunk and tipsy in the shop. Kall and curry on the house, vibing with the nut pump, tripping on a kottu paattu. In the shop, tripping in Ponthoop, vibing with the thing, chilling with the chunk. People call me Vara, make me so sad. I was only chilling on a fire. I'm happy that I'm young, I'm happy that I'm fun. Indini kanna kadi boy, Indini Valentine's bro, Indini paridagam bro, Indini kanneeru bro. ഹായ് ഗായ്സ്, ഒരു 12 മണിയുള്ള വീഡിയോ ആണ് ഇപ്പോൾ. ഓക്കെ, 12 മണിയായി ഇപ്പോൾ ഏകദേശം നൈറ്റ്. ഓക്കെ, കമോൺ. Drunk in the shop, tripping in Ponthoop, vibing with the thing, chilling with the chunk. In the shop, kall and curry on the house, vibing with the nut pump, tripping on a kottu paattu. Indini Valentine's bro, Indini paridagam bro, Indini kanneeru bro. Drunk, I'm a nirukali drunk. Now a nalkali drunk. I'm a nittukali adichu poosu malayali. എടാ നീ അവിടെ ഇരിക്കണ. ഒരു മരുഭൂമിയിൽ ഒരു 4 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ ഗൂഗിളിൽ കാണിച്ചിരിക്കുന്നത്. പണ്ടാരോ ഇതാണ് ഒരു 12 മണിയുടെ അടുത്ത അവസ്ഥ. തണുത്തിട്ട് വയ്യ. നമുക്കൊരു ഐസ് ബക്കറ്റ് ചലഞ്ച് ആയാലോ? താല്പര്യമുണ്ട്. റെഡിയാണോ? നാളെ ഡ്യൂട്ടിക്ക് പോണ്ടേ. A few moments later. അതും ബഫ്രേന് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഒന്നുകൂടി ഒന്ന് പറഞ്ഞു. ഇതൊക്കെ ശരിക്കും ജീവിതത്തിൽ ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യണം. പറയാൻ പറ്റും. കോവിഡിൽ ഒന്നും എക്സ്പ്ലോർ ചെയ്യാനില്ലെന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ്. ഓരോ സ്ഥലത്തൊരു ഫീലും നമുക്ക് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പോൾ ഒരു 7 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഈ മരുഭൂമിക്കകത്ത് കണ്ട് സ്റ്റേ ചെയ്യുന്നത്. ഓക്കെ, ആൾക്കാർ ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. ഒരു പാട്ടൊക്കെ വെച്ചൊരു വൈബിൽ ഇങ്ങനെ ഇരിക്കുന്ന ഫീല് ഒരു വേറെ തന്നെയാണ്. ഒരു കമ്പയറബിൾ അല്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്നതല്ല. നാട്ടിൽ കിട്ടുന്നില്ലെന്ന് വെച്ചാൽ നാട്ടിൽ വൈബ് വേറെ, ഇവിടുത്തെ വൈബ് വേറെ. നമുക്ക് പക്ഷേ ഇവിടുത്തെ അറബീസ് ഇവിടെ വെള്ളമൊന്നുമില്ല. ഇവിടുത്തെ എല്ലാ ആൾക്കാരും മാക്സിമം തണുപ്പ് കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൽ പെർമിഷൻ എടുത്തിട്ട് കണ്ട് ഞങ്ങൾക്ക് ലൈറ്റ് സെറ്റപ്പും പിന്നെ ടെൻറ്റൊക്കെ അടിച്ച് പൊടി വൈബിൽ എന്ന് വെച്ചാൽ അവരുടെ ഒരു വെള്ളി ശനി എന്ന ദിവസങ്ങളിൽ മിക്ക സമയത്ത് ഇവിടെ തന്നെയാണ് നൈറ്റ് സ്റ്റേ ഒക്കെ ചെയ്ത് സ്പോട്ടാണ്, രക്ഷയില്ല. നൈറ്റ് ഇപ്പോൾ ഏകദേശം സമയം എത്രയായി ബ്രോ? രാത്രി 1 മണിയായി. ഒരു റൊമാൻറ്റിക് സോങ് ഒക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കാൻ, ഒരു കട്ടൻ ചായ, ഒരു മഴയുടെ ഒരു കുറവും കൂടി. ഏത് ഭാഷയായിരുന്നു? ജോൺസൺ മാഷി ഒരു പാട്ട്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ തീർന്നു കേട്ടോ, ഞങ്ങളെ തീർന്ന്. ടെന്റിനകത്ത് വെള്ളം അറിയില്ല. അകത്തെല്ലാവരും തണുപ്പോടെ പോകും, കിടന്ന് ഉറങ്ങുന്നുണ്ട്. ബാക്കി എൻജോയ്മെന്റ് ഒക്കെ അവള് രാവിലത്തേക്ക് അവള് മാറ്റി വെച്ചിരിക്കുക. ഓക്കെ ഗൈസ്, നമുക്ക് ബാക്കി രാവിലെ ഇവിടെ നിന്ന് കുറച്ച് നേരം തീയൊക്കെ കൊണ്ടിട്ട് ഒരു പാട്ടൊക്കെ കേട്ട് ട്രൈ ചെയ്യും. ഓക്കെ ഗൈസ്, ബൈ. ബാക്കി കണ്ട കൈയൊക്കെ കണ്ട വരവിച്ചിരിക്കുകയാണ്.
ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഏകദേശം ഒരു രാവിലെ 7 മണിയിലെ വ്യൂ ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഇന്നലെ ഇവിടെ എത്തി. ഇത് തന്നെ രാത്രി 7 മണിയായി. ഒന്നുകൂടെ 12 മണിക്കൂറായി. ഓക്കെ, നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം. നൈറ്റ് ഇരുട്ടായതുകൊണ്ട് നമ്മളധികം കണ്ടു കാണില്ല. വെളിച്ചുള്ള സ്ഥലം മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ, തൊട്ട് മുമ്പ് തന്നെ ഒരു ആടിൻ്റെ ഫാം ഉണ്ടായിരുന്നു. ഇത്ര ഒറ്റപ്പെട്ട സ്ഥലമായിരുന്നു. രാത്രി എല്ലാം കൊന്നിട്ടാൽ പോലും അറിയത്തില്ലായിരുന്നു. കഴിച്ചതാണ് ഞങ്ങളുടെ സ്റ്റേ. 2 ഓക്കെ, ഇവിടെ എന്തായാലും നൈറ്റ് മൊത്തം നമ്മൾ അടിച്ച് പൊളിച്ചത്. ഗുഡ് മോർണിംഗ്. അല്ലെട്ടിന്റെ തട്ടട ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമസ്കാരം. ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾ ആ നിരത്ത് കിടത്താനായിരുന്നു വെളിയിൽ. അപ്പോഴാ ഞാൻ പറഞ്ഞു അത് വേണ്ട. അപ്പോഴാ ഞാൻ പറഞ്ഞു. എങ്ങോട്ടാണ് എന്നെ വിളിച്ചോണ്ട് പോകുന്നത്? എന്ത് കാണിച്ചവരാണ്? നമ്മൾ താറാനെ കാണാൻ പോവുകയാണ്. അങ്ങനെ രാവിലെ 10:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ ബസ് വന്നിരിക്കുകയാണ് നമ്മൾ പിക്കപ്പ് ചെയ്യാനായിട്ട്. സോ നമ്മളെ പാക്കിങ് ഏകദേശം പകുതിയായി കഴിഞ്ഞു. ഗൈസ്, നമ്മുടെ അങ്ങനെ ട്രിപ്പ് എൻഡ് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി അടുത്ത പുതിയ വീഡിയോയിൽ വീണ്ടും ഗായ്സ്, പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? மறக்காம சர்ப்ரைஸ் பண்ணுங்க. தேங்க்யூ. പമ്പടം കണക്കിന് കറങ്ങി കറങ്ങി